ഒരുപാട് പേര് പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്. ക്ലോത്തിങ് ബിസിനസ്, ജ്വല്ലറി ബിസിനസ് ഒക്കെ അല്ലേ. പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് അവർ ബിസിനസ് തുടങ്ങിയ ഒരു രീതി, ബിസിനസ് രജിസ്ട്രേഷൻ, മെറ്റീരിയൽ സോഴ്സിങ്, ഇതുമായിട്ടുള്ള ഒരുപാടധികം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസും വരാറുണ്ട്. പക്ഷേ റീസെൻ്റ് ആയിട്ട് നടന്നൊരു കോൺവെർസേഷനിലുണ്ട ഒരു കൺസേൺ ആണ്, ആളുകളും കൂടുതലായിട്ടും ഈ ബിസിനസ് നിങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടത്, മെറ്റീരിയൽ എവിടെ നിന്നാണ് എടുത്തത്, ഇതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്തത്, ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. പ്രൊഡക്റ്റോ സർവീസോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ചോദിക്കുന്നുള്ള കൺസേൺ. ഇതെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണൽ ബ്രാൻഡിങ് നമുക്ക് നല്ലതാണ്, നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ട്രസ്റ്റ്, അതോറിറ്റി, അതുപോലെ തന്നെ നമുക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾ ബിസിനസ്സിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഒരിക്കലും നിങ്ങൾ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിനെ പേഴ്സണൽ ബ്രാൻഡിങ് എന്ത് ചെയ്യരുത്, റീപ്ലേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ നിങ്ങൾ 75% നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, നിങ്ങൾ കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് നിങ്ങൾ മോർ ഫോക്കസ് ചെയ്യുക. 25% നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകൾക്കിടയിൽ കുറച്ചൊന്ന് റീച്ച് ആയതിനു ശേഷം നിങ്ങൾക്കൊരു സോഷ്യൽ പ്രൂഫ് കാണിക്കാൻ ആകുന്നൊരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കോണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്.